യാത്രയുടെ ചില വിശേഷങ്ങൾ പറയാം. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ പെൺകുട്ടികൾ സിക്കിമിൽ പോയത്, ഞാനും എന്റെ കൂട്ടുകാരിയും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിച്ച ചങ്ങാതിമാരാണ്. യാത്രകളൊക്കെ ഒരുമിച്ച് തുടങ്ങിയവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സിക്കിം വരെ പോയി വന്നാലോ എന്നൊരാഗ്രഹം. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. സിക്കിം ഒരു സ്വപ്നയാത്രയായിരുന്നു. ഒരു കാര്യം പറയാം, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകളിൽ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും പഠിക്കാനും നമുക്ക് പറ്റും. എല്ലാ കാലത്തും ആരുടെയെങ്കിലും ഒക്കെ വിരലിൽ പിടിച്ചു നടന്നാൽ പറക്കുക എന്നതൊരു സ്വപ്നം മാത്രമാവും. അതുകൊണ്ട് പയ്യെ ആ വിരലുകളൊക്കെ വിടുവിച്ചങ്ങ് പറഞ്ഞേക്കണം, ഇനി ഞാനൊന്ന് ഒറ്റയ്ക്ക് പറന്ന് നോക്കട്ടെ എന്ന്. ഈ യാത്രയിലാണ് ഞങ്ങൾ ആദ്യമായി വിമാനത്തിൽ കയറിയത്. സാധാരണ ആദ്യമായി വിമാനത്തിൽ കയറുന്ന എല്ലാവർക്കും പറ്റുന്ന മണ്ടത്തരങ്ങളൊക്കെ എനിക്കും പറ്റിയിരുന്നു. സൈഡ് സീറ്റ് നമ്മൾ സഞ്ചാരികൾക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ. വിമാനത്തിന്റെ ചില്ല് തുറക്കാൻ വരെ ഞാനൊരു ശ്രമം നടത്തി. ഈ വിമാനത്തിൽ നിന്നുള്ള ഒരു നൈറ്റ് വ്യൂ ഉണ്ട്. നമുക്ക് തോന്നും നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് നിന്നും താഴെ എത്തിയെന്ന്. അതിഭീകര സൗന്ദര്യമാണ് ആ കാഴ്ചയ്ക്ക്. ശരിക്കും ഭൂമിയിൽ നിന്ന് ആകാശം കാണുന്നതിനേക്കാൾ 1000 ഇരട്ടി സുന്ദരമാണ് ആകാശത്ത് നിന്നും ഭൂമിയെ കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഭൂമിയിലാണ് നക്ഷത്രങ്ങളുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ സിക്കിമിനെ കുറിച്ച് ഔദ്യോഗികമായി പറയാം. സിക്കിം ഒരു അടിപൊളി ചോയ്സാണ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്. വിമാനത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിലാണ് നിങ്ങൾ ചെന്നെത്തുക. അത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ നിന്നും ബസ്സോ ഷെയർ ജീപ്പോ പിടിച്ച് നിങ്ങൾക്ക് ഗാംഗ്ടോക്കിൽ എത്താനാവും. ഗാംഗ്ടോക്ക് ആണ് സിക്കിമിന്റെ ക്യാപിറ്റൽ. ഗാംഗ്ടോക്കിലേക്ക് 120 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 8 ദിവസം കൊണ്ട് നമുക്ക് സിക്കിം ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 2ാമത്തെ സംസ്ഥാനമായ സിക്കിമിനെ ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഈസ്റ്റിലാണ് തലസ്ഥാനമായ ഗാംഗ്ടോക്ക്. കൂടാതെ നതുല പാസ്, സോങ്മോ തടാകം എന്നിവയാണ് പ്രധാനമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ. വെസ്റ്റിലാണ് പെല്ലിംഗ്, 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. നോർത്തിൽ ലങ്ചങ്, യംതങ് വാലി എന്നിവിടങ്ങളും 2 ദിവസം കൊണ്ട് കണ്ടു കഴിയും. സൗത്തിലാണ് നംചി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന നതുല പാസ്, യംതങ് വാലി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേകം പാസ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ഡ്രൈവറുമായി ബന്ധപ്പെട്ടാൽ ഇത് ലഭ്യമാകും. സിക്കിമിൽ യാത്ര ചെയ്യാൻ ജീപ്പാണ് ബെസ്റ്റ് ഓപ്ഷൻ. ബസ് സർവീസ് ഉണ്ടെങ്കിലും സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ളതല്ല. ഷെയർ ജീപ്പിൽ ഏകദേശം 8 പേർക്ക് വരെ സഞ്ചരിക്കാവുന്നതാണ്. പിന്നെ സൗകര്യം ക്യാബാണ്. ഇത് വളരെ ചിലവേറിയതാണ്. ഞങ്ങൾ ടൂർ ഏജന്റിന്റെ സഹായത്തോടു കൂടിയൊന്നും അല്ല കേട്ടോ സിക്കിമിൽ പോയത്. ഞങ്ങളൊരു പോക്കങ്ങ് പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് കണ്ടെത്തി. അതിനിടയിൽ ഒരു ടൂർ ഏജന്റിനെ പരിചയപ്പെട്ടു. അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടും. യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ, തീരുമാനങ്ങളെ. ഒരുപാട് വ്യത്യസ്തമായുള്ള അനുഭവങ്ങൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ചില മുഖങ്ങൾ, ചില ചിരികൾ, ചില കാഴ്ചകൾ, അങ്ങനെ ചിലതൊക്കെ ഈ യാത്രയുടേത് മാത്രമായി മനസ്സിൽ അവശേഷിച്ചിട്ടുമുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം അന്ന് ഞങ്ങൾ അവിചാരിതമായ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു കുടുംബം നൽകിയ സ്വീകരണം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു. രഞ്ജന എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അവരുടെ ചിരി ഒരു വെളുത്ത പൂ പോലെ സുന്ദരമായിരുന്നു. മനുഷ്യരും അവരുടെ നിഷ്കളങ്കമായ ചിരിയുമാണ് പല യാത്രകളിലും എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. അഴകുള്ള സ്ഥലങ്ങളെക്കാൾ ഭംഗി ചിലപ്പോഴൊക്കെ നിഷ്കളങ്കമായ ചിരികൾക്ക് തന്നെയല്ലേ? बहुत अच्छा लगता है बेटी लोग